ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ആമി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന കപ്പ കൊണ്ടൊരു സ്പൈസി ഡൊണറ്റ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡൊണറ്റ് തയ്യാറാക്കാൻ ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊടിച്ചത് 1 ടീസ്പൂൺ, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 4 ടീസ്പൂൺ, അടുത്തത് ബ്രെഡ് പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നത് ഞാനിവിടെ കാണിച്ചു തരാം. പാൻ ചൂടായതിനു ശേഷം ബ്രെഡ് പാനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം ചൂടാറാനായി മാറ്റി വയ്ക്കാം. എന്നിട്ട് ചെറിയ പീസുകളാക്കി മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കാം. 3 ടീസ്പൂൺ ബ്രെഡ് പൊടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കോൺഫ്ലവർ, 3 ടീസ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ആയതിനു ശേഷം 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴിച്ചതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ മസാല എല്ലാം പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. മാവ് പ്ലേറ്റിലും കയ്യിലും ഒട്ടാതിരിക്കാൻ നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് മാവെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഡോണറ്റിൻ്റെ ആകൃതിയിൽ ആക്കിയെടുക്കാം.
വേറൊരു പാത്രത്തിനകത്ത് 3 ടീസ്പൂൺ കോൺഫ്ലവറും 3 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു മീഡിയം കട്ടിക്ക് കലക്കിയെടുക്കാം. ഡോണറ്റ് തയ്യാറാക്കാൻ പാൻ ചൂടാക്കാം. പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ഡൊണറ്റ് കലക്കി വെച്ച മാവുമായി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് പൊടിയുമായി മിക്സ് ചെയ്ത് തിളച്ച എണ്ണയിലേക്ക് ഇടുക. ഫ്രൈ ചെയ്യുന്ന സമയം തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ഡൊണറ്റ് തയ്യാറായി കഴിഞ്ഞു. കൊള്ളാം, നല്ലോണം വെന്തിട്ടുണ്ട്. അകമൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കൊള്ളാം. വാള ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം.